വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. ഉലൂൻ ദാനു ഭരഥാൻ. ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ബാലിയുടെ ഞങ്ങളുടെ എക്സ്പ്ലോറിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടയിലാണ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഉബൂദിലെല്ലാം കവർ ചെയ്തു. ഇനി കുട്ടയിലെ കുറച്ച് പ്ലേസസും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞങ്ങൾ വന്നത് ഒരു ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസും ഫ്ലവേഴ്സും നല്ല ക്ലൗഡിയും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇനി കൂടുതൽ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലേസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു വ്യൂ നിങ്ങൾക്കെല്ലാം നല്ല ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബാലി സെർച്ച് ചെയ്യുമ്പം കൂടുതലും നമ്മൾ കാണുന്ന ഫോട്ടോസ് ഇവിടെയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഓ ഇതാണ് സംഭവം അല്ലേ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറേ കപ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറേ ഫോട്ടോഷൂട്ടിനായിട്ട് അവർ കുറേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു ഗൈസ്. എൻ്റെ ഗാലറി ഫുള്ളായി ഓൾമോസ്റ്റ് ഇവിടെ വന്നപ്പോൾ. അങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് മാറുവാണ്. നെക്സ്റ്റ് ഞങ്ങൾ ഏറ്റവും വെയിറ്റ് ചെയ്ത ഹന്താര ഗേറ്റ്. ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊന്നും പറയണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും വെർത്ത്. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ പോയാലും അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഞങ്ങളുടേതാണ്. ഇതാണ് നാസി ഗൊരൈ. ഞങ്ങളുടെ ഡ്രൈവറാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഒരു ഫ്രൈഡ് റൈസ് പോലെയാണ്. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് ഇവിടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ആയിപ്പോൾ ഒരു ധന ലോട്ട് എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് പ്ലേസ് നമുക്ക് വിസിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു സ്നേക്ക് എടുത്തിട്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് പേടിയാണ്, ഞാൻ പോയില്ല. ഇത് നിങ്ങൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു വലിയ ഫേമസ് ടെമ്പിളാണ്. നമ്മൾ ഇത് കുറച്ച് സീലാണ് ഈ ടെമ്പിൾ ഇതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട് താഴേക്ക്. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് താഴേക്ക് പോവാണ്. ഇവിടെ താഴേക്ക് എത്തിയപ്പോൾ ഒരാൾ കൈറ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കൈറ്റൊക്കെ ഇത് ഫ്ലൈ ചെയ്യാൻ നല്ല സൂപ്പറാണ്. ഇത് ശരിക്കും ഈ സീൽ തന്നെയാണ് ഈ ടെമ്പിൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ള വൈബ്, ഈവനിങ് വൈബ് ഒന്നും ഒരു രക്ഷയില്ല ഗൈസ്. പക്ഷെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നാളെ നമ്മൾ അടുത്ത എക്സ്പ്ലോറിലേക്ക് പോകും. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാലിയിൽ ഒരു ഐലൻഡ് ടൂറാണ്. ഞാൻ വളരെ വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന ഒരു ട്രിപ്പാണ്. ഒരു ഐലൻഡ് ടൂറ് നുസ പിനീഡ. സോ നമ്മളിവിടെ ഹാർബറിലെത്തി മോർണിംഗ് തന്നെ. ഇവിടുന്ന് ബോട്ട് ഒരു 45 മിനിറ്റ്സ് വരെയിൽ നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തിട്ട് നമ്മൾ അടുത്ത ഐലൻഡ് നുസ പിനീഡയിലേക്ക് പോകും. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ഞങ്ങൾ കവർ ചെയ്യും.
ഒരു 4 ഡെസ്റ്റിനേഷനോളം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ബ്യൂട്ടിഫുൾ ബീച്ചസും ബാലിയിലെ നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ വ്യൂസിലേക്ക് പോകാം. മോർണിംഗ് ഇവിടുന്ന് ഫെറിയിൽ നിന്ന് ഒരുപാട് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട് നുസ പെനിഡയിലേക്ക്. അപ്പോൾ ഏറ്റവും നല്ലത് ബെസ്റ്റ് നമ്മൾ രാവിലെയുള്ള ബോട്ട് എടുക്കുക. ഞങ്ങൾ ലക്കി മങ്കിയാണ് ഞങ്ങളുടെ ബോട്ട്. ഇതൊരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഏർലി മോർണിംഗ് ഇത് തന്നെ എടുത്ത് ചൂസ് ചെയ്ത്. അങ്ങനെ അകത്തേക്ക് കയറി കണ്ട ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. സേഫ്റ്റി ഇതായിട്ടാണ്, കാരണം നല്ല സ്പീഡിലാണ് പോകുന്നത്. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ഇതിനകത്തിരുന്ന് പറക്കുവാണോ എന്നറിയില്ല. നല്ല സ്പീഡാണ്, നല്ല സ്പീഡിലാണ് ഇത് പോകുന്നത്. അങ്ങനെ നമ്മൾ നുസ പെനിഡയിലേക്ക് ചിലവരൊക്കെ നന്നായിട്ട് വൊമിറ്റ് ചെയ്തു ഈ ബോട്ട് യാത്രയിൽ. അങ്ങനെ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മളൊരു ലാൻഡ് എമൗണ്ട് കൊടുക്കണം, ലാൻഡിങ്ങിൻ്റെ ഇതായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ബീച്ചാണ് ക്രിസ്റ്റൽ ബേ. ഇവിടെ കുറേ ബീച്ചസ് ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ക്രിസ്റ്റൽ ബേ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്റ്റൽ ബേ കവർ ചെയ്തിട്ട് ഞങ്ങളൊരു 2 ബീച്ച് കൂടെ കവർ ചെയ്യാനാണ് വന്നത്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏഞ്ചൽസ് ബിലാബോങ് ആൻഡ് ബ്രോക്കൺ ബീച്ച്, ഇത് രണ്ടും ഈ പ്ലേസ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു ബീച്ചും കൂടി കവർ ചെയ്യും. അടുത്ത് നമ്മൾ കുറച്ചും കൂടി താഴേക്കാണ് ബ്രോക്കൺ ബീച്ച്. അത് കാണാനായിട്ട് പോവാണ്. അതാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് എൻ്റെ ബാലിയിലെ ഡ്രീമി ഫോട്ടോഷൂട്ട് ഏരിയ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് വാൾപേപ്പറിലൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലും ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കണം, ഇതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും എന്താണ് ആ ഡയലോഗ്. അങ്ങനെ നുസ പെനിഡയിലെ ഐലൻഡ് ഡേ ടൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫെറിയിലെത്തി, തിരിച്ചു പോകാനായിട്ട്. ഇനി നമുക്ക് നാളെ കാണാം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ ഞങ്ങളിത് എത്തിയത് ഫിൻസ് ക്ലബ്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, ദ വേൾഡ്സ് ബെസ്റ്റ് ബീച്ച് ക്ലബ്ബാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഒരുപാട് വീഡിയോസ് ഞങ്ങളിതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ബാലി പ്ലാൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എറ്റിനറിയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇവിടുത്തെ ഒരു ബീച്ച് പാർട്ടി. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇവിടെയാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെയുള്ള കൂടുതൽ കാഴ്ചകൾ കാണാം. ബീച്ചിൻ്റെ ജസ്റ്റ് ഇതായിട്ടാണ് ഈ ക്ലബ്ബ് ഉള്ളത്. ഇതിൻ്റെ പൂൾ പാർട്ടിയൊക്കെ സൂപ്പറാണ്. നമ്മൾ റിസർവേഷൻ എടുക്കണം.
സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബാക്കിൽ ബീച്ചിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ആയിട്ട് ആ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം, കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നൈറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. പാർട്ടി ലവർ ആണെങ്കിൽ നിങ്ങളുടെ ബാലി എറ്റിനറിയിൽ ഫിൻസ് ക്ലബ്ബ് ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇതൊരു വർത്ത് വിസിറ്റാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഉലുവാത്തു എന്നാണ്. ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. നമ്മളിവിടെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഇത് തരും, ലോങ്കി പോലെ. അത് ആ ധോത്തി ഞങ്ങൾ വിയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മേലേക്ക് നടക്കാനുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ കിടിലമാണ് ഗായ്സ്, സൂപ്പറാണ്. ഞാൻ ഇവിടുന്ന് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു, എനിക്ക് ഒരുപാട് ഫോട്ടോസും എടുത്തു. ഇവിടുത്തെ ഒരു വ്യൂ സൂപ്പറാണ്. കുറച്ച് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പക്ഷേ നടന്ന് ഇതെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യൂ വർത്ത് തന്നെയാണ്. കുറേ മങ്കീസ് ഉണ്ട് ഇവിടെ. മങ്കീസിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഒരു ഹാറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് മങ്കി. നെക്സ്റ്റ് വിസിറ്റ് GWK കൾച്ചറൽ പാർക്ക്. ഇതൊരു ഗരുഡ പാർക്കാണ്. ഇത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഈ എറ്റിനറിയിൽ ആഡ് ചെയ്തത്. ഇത് പുള്ളിയുടെ സജഷൻ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നാണ് എറ്റിനറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബസ് പോലെയുണ്ട്, അത് നല്ല രസമുണ്ട്. ഇതിലാണ് നമ്മൾ മേലേക്ക് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു, കാർ പാർക്കിംഗ് എടുത്ത്. ഇതൊരു മാപ്പാണ്. ഇത് ശരിക്കും ഒരുപാട് സ്ഥലമുണ്ട് പോകാനായിട്ട്. നമ്മൾ മേലെ പോയി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് കുറേ നടക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ബസ്സിൻ്റെ ഇതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ നമ്മുടെ ബസ് നമ്പർ. ഇതിങ്ങനെ ഒരു ഷട്ടിൽ സർവീസാണ് ഇവിടുന്ന്. ഇത് ഈ ടിക്കറ്റ് തന്നെ ഇൻക്ലൂഡ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് മേലെ പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗരുഡ പാർക്ക്. അപ്പോൾ മേലേക്ക് പോയി ഇവിടെ വന്നപ്പോൾ നല്ല കിടിലം വ്യൂ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഇവിടെ ഞങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു ഐസ്ക്രീമിൻ്റെ കുറേ കളക്ഷൻ കണ്ട്. ഞാൻ അവിടെ തന്നെ സ്റ്റക്കായി. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ തീരുമാനിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കൾച്ചറൽ ഒരു ഡാൻസ് ആട്ടോ. ഇത് ഇവരുടെ ഒരു ഡാൻസാണ്, ട്രഡീഷണൽ ഡാൻസാണ്. പക്ഷേ എനിക്ക് കുറേ നേരം ഞാൻ കണ്ടു നിന്നു. വളരെ രസകരമായിട്ടുള്ളൊരു ഡാൻസാണ്. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ ബാലി. ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷപ്പ് ആയിട്ട് ഷോപ്പിങ്ങിനോട്ട് ഇറങ്ങി. അഗുൻ ബാലി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മോളാണ്. ഇവിടെ ഇങ്ങനെ ഷോപ്പിംഗ് മോൾസ് പോലെ ഹൈപ്പർ മാർക്കറ്റ്സ് പോലെയാണ് ഷോപ്പിങ്ങിന്. എന്താണെന്നറിയില്ല, സാധാരണ ഞങ്ങൾ അധികം ഷോപ്പ് ചെയ്യാത്തതാണ്. ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ വെറുതെ ക്യാരി ചെയ്യണമല്ലോ തിരിച്ചെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ബാലി പ്രോഡക്റ്റ്സൊക്കെ ചോക്ലേറ്റ്സും ഇതൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇവിടെ നല്ല പിന്നെ ഡ്രസ്സും ഒക്കെ ഇവിടെ നല്ല ഇതുണ്ട്. അപ്പോൾ ഒരു ചിന്ന ഷോപ്പിംഗ് പോലെ നടത്തിയിട്ട് നാളെ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ആണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ നമ്മൾ ഷോപ്പിംഗ് ഡേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. താങ്ക് യു ഫെനി ആയിരുന്നു ഞങ്ങളുടെ ബാലിയിലെ സാരഥി. ഞങ്ങളെ എല്ലാം ഗൈഡ് ചെയ്തതും ഇത് ചെയ്തതും. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അങ്ങനെ ഒരു ബ്ലിസ് ബാലി ട്രിപ്പ് കഴിഞ്ഞ് ഒരു 9 days കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇനി ഇവരുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഫ്ലൈയിങ് ബാക്ക് ടു ഹോം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബാലി സീരീസ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. Signing off from Live for Traveling.